ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നൊരു കുട്ടി വാട്ടയിറ്റിൻ്റെ ഡേ കണ്ടാലോ? വാട്ടയിറ്റിൻ്റെ ഡേ മാത്രമല്ല, ഇന്നത്തെ ഡേയിൽ ഫുൾ എന്തൊക്കെ നടക്കുന്നു ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവായിരുന്നേ. ഉപ്പുമാവും കടലക്കറിയും. ഉപ്പുമാവും കടലക്കറിയും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എപ്പോഴും അങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാറില്ല, വളരെ റെയറായിട്ട് മാത്രമേ ഉപ്പുമാവ് അങ്ങനെ ഉണ്ടാക്കാറുള്ളൂ. അപ്പം ഇന്ന് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഉപ്പുമാവും കടലക്കറിയാണ്. എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. വീട്ടിലെ ഏറ്റവും ലാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് ഞാൻ. അതിൻ്റെ മെയിൻ റീസൺ ഞാൻ എണീക്കാൻ ലേറ്റ് ആവുന്നത് മാത്രമാണ്. അവർക്ക് നേരത്തെ കഴിക്കുന്നതേ, എനിക്ക് കോളേജിൽ പോകേണ്ടതുകൊണ്ട് നേരത്തെ കഴിക്കും. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവ് ആൻഡ് കടലക്കറി. എനിക്ക് ഉപ്പുമാവും കടലക്കറിയും പൊതുവെ ഭയങ്കര ഇഷ്ടമുള്ള ഡിഷസാണ്. പഴമുണ്ട്, പഞ്ചസാര എടുക്കാൻ പറ്റും. എനിക്ക് കടലക്കറി കൂടുതൽ ഇഷ്ടമുണ്ട്. കടലക്കറി കഴിക്കും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു കരിമ്പ് വെട്ടാമെന്ന്. ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്ക് ഇത് കരിമ്പിൻ്റെ പൂവാണ്, നന്നായിട്ട് ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു. അപ്പം കരിമ്പ് വെട്ടാൻ പോയി. 2 കരിമ്പ് വെട്ടി, കുറച്ച് 2 കിളിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 2 നന്നായിട്ട് വളർന്നു, ഭയങ്കര വെട്ടേണ്ട പ്രായം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സ്റ്റേജായിരുന്നു. അങ്ങനെ 2 കരിമ്പൊക്കെ വെട്ടി. ഒരു 3-4 വർഷം മുൻപ് ആരും ഞങ്ങൾക്കൊരു കരിമ്പ് കൊണ്ട് തന്നു. അതിൽ നിന്നൊരു ചെറിയ കമ്പെടുത്ത് അമ്മ നട്ടതാണ്. അത് കിളിച്ച് വന്നു. അതും വീണ്ടും വെട്ടി ഉപയോഗിച്ചിട്ട് അതിൽ നിന്നും 2 ഇട്ട് നട്ടു. അങ്ങനെ കിളിച്ച് വന്ന കരിമ്പാണ് ഇപ്പോഴും നിൽക്കുന്നത്. അങ്ങനെ കിളിക്കുമെന്ന് വിചാരിച്ച് നട്ടയൊന്നുമല്ല, നോർമലി കിട്ടിയപ്പം ഒരെണ്ണം കൊണ്ട് നട്ടേക്കാം എന്ന് പറഞ്ഞ് നട്ടു. ബട്ട് അത് കിളിച്ചു. അങ്ങനെ ഇപ്പം വീട്ടിൽ കുറേ കരിമ്പുണ്ട്. മീൻസ് കുറേയെന്ന് വെച്ചാൽ ഒരുപാടൊന്നുമില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 3-4 എപ്പോഴും കാണുമായിരിക്കും. അപ്പം കരിമ്പ് കിട്ടിയ ഉടനെ അമ്മ അതെല്ലാം ഭയങ്കര കുഞ്ഞ് പീസസാക്കി കട്ട് ചെയ്തു. ഇനി നമുക്കിത് അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്തേക്കുന്നത്. നമ്മുടെ വീട്ടിലിപ്പം എന്തുണ്ടായാലും, ഇപ്പോൾ കരിമ്പാണെങ്കിലോ അല്ലെങ്കിൽ കപ്പയ്ക്ക അല്ലെങ്കിൽ ചക്ക, അങ്ങനെ എന്ത് സാധനം എടുത്താലും നമ്മൾ അടുത്തുള്ളവർക്കൊക്കെ ഇങ്ങനെ കൊടുക്കും. ഇപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ എല്ലാം നമ്മളിങ്ങനെ ഷെയർ ചെയ്യും. നമ്മൾ മാത്രമല്ല കേട്ടോ, അവരും ഇതേപോലെ തന്നെ അവിടെ എന്ത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ സാധനം ഉണ്ടെങ്കിലോ നമുക്ക് കൊണ്ടുതരും. അങ്ങനെ ഭയങ്കര കൂട്ടായിട്ടുള്ളൊരു നെയ്ബേഴ്സാണ്. നമ്മുടെ റിലേറ്റീവ്സിനേക്കാൾ നമ്മളെ കൂടെ എപ്പോഴും കാണുന്നത് ഈ നെയ്ബേഴ്സ് തന്നെ ആയിരിക്കും. എല്ലായിടത്തും ഇതേപോലെ നല്ല നെയ്ബേഴ്സ് കാണണം എന്നൊന്നുമില്ല, എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് സെയിം ആയിരിക്കണം എന്നില്ല, എല്ലാം ഒരുപോലെ ആവണം എന്നില്ല. ബട്ട് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് നല്ലതാട്ടോ. ഇപ്പം എൻ്റെ വീട്ടിൽ ആരെങ്കിലും ഇല്ലെങ്കിൽ പോലും എനിക്ക് അവരെ പോയി നിൽക്കാം, അല്ലെങ്കിൽ എന്നെ നോക്കണേന്ന് പറഞ്ഞാൽ മതി. എനിക്ക് ഫുഡായാലും എനിക്ക് വന്ന് നിൽക്കുകയാണെങ്കിലും എല്ലാ കാര്യങ്ങളും അവർ നോക്കണം. നമ്മൾ സ്വന്തം വീട് പോലെ ആട്ടോ നെയ്ബേഴ്സ് എല്ലാവരും. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ കഥ പറയുന്നത് ഇപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാറായിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് എന്താ കഴിക്കുന്നത്? ചോറുണ്ടായിരുന്നു, മോരുകറി ഉണ്ടായിരുന്നു, പിന്നെ ഇന്ന് രാവിലത്തെ കടലക്കറി ഇല്ലേ, അത് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്തിട്ട് ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ കടല കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കടലക്കറി ഉണ്ടായിരുന്നു, സോയാബീൻ തോരൻ ഉണ്ടായിരുന്നു, പിന്നെ ഉള്ളി വഴറ്റിയത്. എനിക്ക് ഉള്ളി വഴറ്റിയത് ഭയങ്കര ഇഷ്ടമാട്ടോ ചോറിൻ്റെ കഴിക്കാൻ. ഉള്ളി വഴറ്റിയത്, പിന്നെ എന്താ മീൻ വറുത്ത ഉണ്ടായിരുന്നു, മുട്ടത്തോരൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനം പാവയ്ക്ക. പക്ഷേ പാവയ്ക്ക ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ ഞാൻ കഴിക്കും കേട്ടോ. അങ്ങനെ ഇത്രയും വിഭവസമൃദ്ധമായ ഒരു ഊണായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കപ്പയ്ക്കക്കുട്ടൻ റെഡിയായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. കപ്പയ്ക്ക കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പഴുത്ത് ഇരിക്കുകയാണ്. അപ്പം എടുത്തില്ല ഇതുവരെ, പക്ഷേ എടുത്തപ്പോഴത്തേക്കും ഇച്ചിരി പഴുത്ത് പോയിട്ടുണ്ടായിരുന്നു. കപ്പയ്ക്കയ്ക്ക് പല നാട്ടിൽ പല പേരാണല്ലേ പറയുക. കപ്പയ്ക്ക, പപ്പായ, കപ്പ, കപ്പ എന്നെനിക്കൊന്ന് ചീനിക്കെന്തോ അല്ലേ പറയുക. അതേപോലെ ഞാൻ തൃശ്ശൂർ പോയ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് അറിയുന്നത് അവരുടെ നാട്ടിൽ ഇതിന് പറയുന്നത് കർമൂസ് എന്നാണ്. അത് ഭയങ്കര വെറൈറ്റി നെയിമായിട്ട് എനിക്ക് തോന്നി. ഞാൻ ആദ്യമായിട്ടാണ് കർമൂസ് എന്ന് പേര് കേൾക്കുന്നത് തന്നെ. അങ്ങനെ കപ്പയ്ക്ക് അമ്മാമ്മ ചെത്തി തന്നു. പക്ഷേ ഇത് കപ്പയ്ക്ക് കുറച്ച് പഴുത്ത് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ഇങ്ങനെ കറുമുറ കഴിക്കുന്ന ഒരു പരുവമില്ല, ഇത് പഴുക്കുന്നതിന് 2-3 ദിവസം മുൻപുള്ള, എനിക്ക് അങ്ങനെ കഴിക്കുന്നതിനോട് കൂടുതൽ ഇഷ്ടം. ഇത് ഇത്തിരി നന്നായിട്ട് പഴുത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മുഖത്ത് തേക്കാനും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നല്ല പഴുത്ത കപ്പയ്ക്കുണ്ട്, മുഖത്ത് തേക്കാൻ നല്ലതായിരിക്കും എന്ന് വെച്ചിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാക്കി കപ്പയ്ക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. കപ്പയ്ക്ക പിടിച്ചു തുടങ്ങിയ പിന്നെ പറയണ്ട, വീട്ടിൽ ഫുള്ള് കപ്പയ്ക്ക തോരൻ, കപ്പയ്ക്കകത്ത് പയറിട്ട തോരൻ, എന്നും കപ്പയ്ക്കായിരിക്കും. കപ്പയ്ക്ക തിന്നു മടുക്കും. ഇടയ്ക്കൊരു സമയത്ത് എനിക്ക് കപ്പയ്ക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ കുറച്ച് നാളായപ്പോൾ കപ്പയ്ക്ക് കുറച്ച് ദിവസം കാണാത്തുണ്ട്. ഇപ്പോൾ അത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. എന്നും കാണും കപ്പയ്ക്ക തോരൻ, കപ്പയ്ക്ക പയറിട്ട തോരൻ, കപ്പയ്ക്കകത്ത് വേറെ എന്തെങ്കിലും ഇട്ട തോരൻ. മടുപ്പിച്ച് കളയും കേട്ടോ ഈ കപ്പയ്ക്ക തിന്ന് ഞാൻ മടുത്തു. ബട്ട് പഴുത്ത കപ്പയ്ക്ക എനിക്കിഷ്ടമാണ്. മീൻസ് കറുമുറ ഉള്ള സ്റ്റേജിലെ കപ്പയ്ക്കും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീട്ടിൽ പൊതുവെ പച്ചക്കറി വാങ്ങിക്കൽ അങ്ങനെ കുറവാണ്. കൂടുതലും വീട്ടിൽ തന്നെ കാണും. കോവയ്ക്ക, പിന്നെ പയർ, പിന്നെ എന്താ വാളരിപ്പയർ, പിന്നെ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. വഴുതനങ്ങ, എന്തൊക്കെയൊക്കെയോ ഉണ്ട്. അപ്പം കൂടുതലും വീട്ടിൽ തന്നെ ഉണ്ടാകുന്നതായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കൽ കുറവ്. ഉള്ളി, ഉരുളക്കിഴങ്ങ്, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കൂടുതൽ വാങ്ങിക്കാറ്. ബാക്കിയുള്ള ഐറ്റംസൊക്കെ വീട്ടിലിങ്ങനെ കാണുന്നതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് പച്ചക്കറിയായിട്ട് അങ്ങനെ വാങ്ങിക്കാറില്ല. വല്ലപ്പോഴും മാത്രമേ വാങ്ങിക്കാറുള്ളൂ. ബാക്കിയെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഐറ്റംസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുക. അങ്ങനെ കപ്പയ്ക്കൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അപ്പോഴത്തേക്ക് അപ്പയാണെങ്കിൽ ഏത്തയ്ക്കാപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഏത്തയ്ക്കാപ്പം അല്ലെങ്കിൽ പഴംപൊരി, ഈ സംഭവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഏത്തയ്ക്കാപ്പമൊക്കെ കഴിച്ചിരുന്നപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു ഇന്ന് അമ്പലത്തിൽ പോകണം, ഇന്ന് അമ്പലത്തിൽ എന്തൊക്കെയോ കുറച്ച് പൂജകൾ അങ്ങനത്തെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ എന്തോ ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, ഗീത ക്ലാസ്സിൽ പിള്ളേരുടെ. അപ്പോൾ അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് വൈകിട്ട് കുളിച്ചൊരുങ്ങി ഞാനും അമ്മയും അനിയത്തിയും പിന്നെ അപ്പുറത്തെ വീട്ടിലെ അമ്മയും എല്ലാവരും കൂടി അമ്പലത്തിൽ പോയേ. ഞാൻ കുറേ നാളായി അമ്പലത്തിൽ പോയിട്ട്. കാരണം എന്നും ഞായറാഴ്ച രാവിലെ പോകണമെന്ന് വിചാരിക്കും,
പക്ഷെ പോകാൻ പറ്റാറില്ല, എണീക്കാൻ ലേറ്റ് ആവും, അല്ലെങ്കിൽ എന്തെങ്കിലും മടി പിടിച്ചിരിക്കുന്ന അങ്ങനെ കുറേ നാളെ അമ്പലത്തിൽ പോയിട്ട് കുറേ നാൾക്ക് ശേഷം ഇന്നാട്ടെ പോകുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് അമ്പലത്തിൽ ആഹാരം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ പോയില്ല, അമ്മ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് വൈകിട്ടാണ് പോകാൻ പറ്റിയത്. പായസമൊക്കെ കിട്ടി കേട്ടോ അമ്പലത്തിൽ നിന്ന്. അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് അമ്പലം ഫുൾ അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചെന്നിട്ട് ദീപാരാധനയൊക്കെ കഴിഞ്ഞു. പിന്നെ അമ്പലത്തിൽ നിന്ന് കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു. പിള്ളേർക്ക് എന്ത് എനർജിയിലാണ് കളിക്കുന്നതെന്ന് അറിയുമോ? ഞാൻ അധികം ആൾക്കാരെ പ്രതീക്ഷിച്ചില്ല, പക്ഷെ നല്ല രീതിക്ക് ആൾക്കാരുണ്ടായിരുന്നു. പിള്ളേരെല്ലാവരും 8, 9, പിന്നെ അതിൽ താഴേക്ക് വരുന്ന 5, 6 ആ ഏജിലുള്ള പിള്ളേരായിരുന്നു. എല്ലാവരും എന്താ എനർജിയിലാണ് കളിച്ചതെന്നറിയോ? എന്നെക്കൊണ്ടൊന്നും ഇത്ര പറ്റത്തില്ല. എല്ലാവരും ഭയങ്കര കിടിലനായിട്ട് കളിച്ചു, ഒരു രക്ഷയില്ല. അതിലൊരു കൊച്ചിൻ്റെ കാലെന്തോ വയ്യ, എന്നിട്ട് കൂടി അത് എന്ത് എനർജിയിലാണ്, എന്ത് ഇതിലാണ് കളിച്ചതെന്നറിയോ? അതൊരു കുഞ്ഞി കൊച്ചുണ്ടേ, ആ കുഞ്ഞി കൊച്ച് ഭയങ്കര ആക്റ്റീവ്, നിങ്ങളെ എല്ലാവരെക്കാട്ടിലും വെല്ലുന്ന രീതിയിലായിരുന്നു ആ കുഞ്ഞി കൊച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കിടിലനായിരുന്നു. അതിൽ ഒരു ബോയ് കൂടി ഉണ്ടായിരുന്നു, ഒരു ബോയ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബട്ട് കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ഇത് ഞാൻ മിസ്സാക്കിയിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര നഷ്ടമായി പോയി. ഞാൻ ഇതുവരെ കൈകൊട്ടിക്കളി നേരിട്ട് പോയി കണ്ടിട്ടില്ല, വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടോന്നല്ലാതെ ഞാൻ നേരിട്ട് ഇങ്ങനെ പോയി കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. ഇതെൻ്റെ ഫസ്റ്റ് ടൈം കാണുകയാണ്. കിടിലനായിരുന്നു. അതും ഇവരുടെ തന്നെ കാണാൻ പറ്റി. എൻ്റെ ഫ്രണ്ടിൻ്റെ കസിൻസ് ഒക്കെ ഇതിനകത്തുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര കിടിലനായിട്ട് കളിച്ചു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കൈകൊട്ടിക്കളിയൊക്കെ കഴിഞ്ഞു. ഇനി ഗീത ക്ലാസ്സിലെ പിള്ളേരുടെ പ്രോഗ്രാം ആട്ടോ, അതുകൂടി കണ്ടു നോക്കിയാലോ. ഇതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരാരും ഡാൻസ് പഠിച്ചിട്ടുള്ളവരല്ല, എല്ലാവരും യൂട്യൂബ് നോക്കിയും തന്നെയൊക്കെ പഠിച്ചിട്ടുള്ള. ഇതിനകത്ത് ഈ നടുക്ക് നിൽക്കുന്ന ബോയ് ഇല്ലേ, അവൻ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. നന്നായിട്ട് മീൻസ് നന്നായിട്ട്. ആര് കണ്ടാലും അവൻ ഒരിക്കലും ഡാൻസ് പഠിച്ചിട്ടില്ല എന്ന് പറയത്തില്ല, ബട്ട് അവൻ ഡാൻസ് പഠിച്ചിട്ടില്ല എന്നതാണ് സത്യം. അവനെല്ലാം യൂട്യൂബ് നോക്കി അല്ലെങ്കിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. എന്തായാലും അവൻ്റെ കഴിവ് സമ്മതിച്ചു കൊടുക്കണം. കിടിലനായിട്ട് അവൻ കളിച്ചു. ഈ പ്രോഗ്രാംസൊക്കെ കണ്ടപ്പം എനിക്ക് എൻ്റെ കുട്ടിക്കാലമായിട്ട് ഓർമ്മ വന്നത്. ഞാനും ഇതേപോലെ ഗീത ക്ലാസ്സിനൊക്കെ പോകുമ്പം ഇങ്ങനെ പ്രോഗ്രാംസൊക്കെ നടക്കുമ്പോൾ സ്റ്റേജിൽ കയറി പ്രോഗ്രാമൊക്കെ ചെയ്യുന്നത് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ കുറച്ച് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങി. ഇതേക്ക് നാളെ കോളേജിലൊക്കെ പോകണമല്ലോ, അതുകൊണ്ട് നേരത്തെ ഇറങ്ങി. അങ്ങനെ വന്ന ഉടനെ നൈറ്റിൽ ഫുഡൊക്കെ കഴിച്ചു. ഇന്ന് രാത്രിയിൽ കഴിക്കാൻ ചോറ്, ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞ പോലെ ഉള്ളി വഴറ്റിയത്, എനിക്ക് ഉള്ളി വഴറ്റിയത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതെ ഞാൻ പറഞ്ഞ കപ്പയ്ക്ക, എന്നും കാണും കപ്പയ്ക്ക, പിന്നെ സലാഡ്, പിന്നെ അച്ചാർ. അപ്പം ഇത്രയായിരുന്നു ഇന്നത്തെ നൈറ്റിലെ ഡിന്നർ. അപ്പം ഇന്നത്തെ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.